ആദ്യം ഞാൻ ശ്രീ കെ എൻ ഗോപിനാഥിലേക്ക് പോകുന്നു. ശ്രീ കെ എൻ ഗോപിനാഥ്, താങ്കൾ ഈ ആശാവർക്കർമാരുടെ സമരത്തിനെത്തിയ പിന്തുണയുമായി എത്തിയ സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ട് നടത്തിയ ഒരു പ്രസ്താവന വിവാദമായിരുന്നു. ആ പ്രസ്താവനയിൽ താങ്കൾ ഉറച്ചു നിൽക്കുന്നുവെന്നാണ് ഇന്നും അങ്ങ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത്. അങ്ങ് ഉറച്ചു നിൽക്കുകയാണോ ആ സ്റ്റേറ്റ്മെൻറ്റിൽ? ആ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് എന്ന് ഒരിക്കൽ കൂടി അങ്ങയൊന്ന് കേൾപ്പിക്കാം. അങ്ങത് വീണ്ടും കേട്ടിട്ടുണ്ടോ എന്നെനിക്കറിയില്ല. ഇതായിരുന്നു താങ്കൾ സമരവേദിയിൽ പറഞ്ഞത്. ഒന്ന് കേൾക്കാം. ലേബർ കോഡ് കൊണ്ടുവന്ന് 12 മണിക്കൂർ ജോലിയാക്കണമെന്നുള്ള നിർദ്ദേശം കൊണ്ടുവന്നിരിക്കുന്നത് ഞങ്ങളല്ല, BJP ഗവൺമെൻറ്റാ. അവരാണ് ഇവിടെ സമരത്തിൽ വരുന്നത്. സമര നായകൻ സുരേഷ് ഗോപി എത്തുന്നു സമര കേന്ദ്രത്തിൽ. എല്ലാവർക്കും കൊട കൊടുക്കുന്നു. കൊട കൊടുക്കുകയാണെങ്കിൽ ഉമ്മയും കൂടി കൊടുത്തോന്ന് അറിയാൻ പാടില്ല. നേരത്തെ അങ്ങനെ കൊടുക്കുന്ന പതിവുണ്ടായിരുന്നു. ആരോ 1-2 പേര് പരാതിപ്പെട്ടോടുകൂടി ഉമ്മ കൊടുക്കൽ നിർത്തിയെന്നു. ഇപ്പോൾ കൊട കൊടുക്കുക കേന്ദ്രമന്ത്രി. കൊട കൊടുക്കണതിന് പകരം ഈ ഓണറിയത്തിന്റെ കാര്യത്തിൽ പാർലമെന്റിൽ പറഞ്ഞ് എന്തെങ്കിലും നേടിക്കൊടുക്കണ്ടേ? ആ ഓഫറുമായിട്ട് വേണ്ടേ സമരപന്തലിൽ വരാൻ? അങ്ങനെയല്ലേ BJPയും കോൺഗ്രസും ചെയ്യേണ്ടത്? ശ്രീ കെ എൻ ഗോപിനാഥ്, താങ്കളുടെ ഈ പ്രസ്താവനയെ മുൻനിർത്തിക്കൊണ്ട് CPI നേതാവ് വിമർശിക്കുന്നവർ ഭാഷ ശ്രദ്ധിക്കണം എന്നിന്നലെ പറയുകയും ചെയ്തു. ഇന്നലത്തെ ആ വിമർശനത്തിനോടൊപ്പം വന്ന ഈ സ്റ്റേറ്റ്മെന്റ് താങ്കൾ പിൻവലിക്കുന്നുണ്ടോ ശ്രീ കെ എൻ ഗോപിനാഥ്? അല്ല അരുൺകുമാർ, എൻ്റെ ഭാഷാ പ്രയോഗത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ബിനോയ് വിശ്വം പറഞ്ഞതുപോലെയോ AR സിന്ധുവും CITUവിൻ്റെ അഖിലേന്ത്യാ സെക്രട്ടറി അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞു നമ്മൾ സൂക്ഷിച്ച് പദപ്രയോഗങ്ങൾ ഉപയോഗിക്കണം. ഞാനതിന് തയ്യാറാണ്. നമ്മൾ മനഃപൂർവ്വമായിട്ട് ആളുകൾക്ക് വിഷമമുണ്ടാക്കുന്ന പദപ്രയോഗങ്ങളൊന്നും കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല. എന്നാൽ എൻ്റെ പ്രസംഗത്തിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് നിങ്ങളിവിടെ എടുത്ത് കേൾപ്പിച്ചത്. അത് നിങ്ങൾ മാത്രമല്ല, മിക്കവാറും എല്ലാ മാധ്യമങ്ങളും. ഇന്നിപ്പോൾ അത് തിരിഞ്ഞിട്ടുണ്ട്. ഞാൻ സുരേഷ് ഗോപിക്കെതിരാണ്, ആശാ വർക്കർമാർക്കെതിരല്ല ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് എൻ്റെ വീടിൻ്റെ മുമ്പിലേക്ക് ഇന്ന് BJP പ്രവർത്തകർ വൈകുന്നേരം പ്രതിഷേധ മാർച്ച് നടത്തി. അത് രണ്ടു തന്നെയാണെങ്കിലും ആശാവർക്കർമാർ സമരം ചെയ്യുന്ന പന്തലിൽ സുരേഷ് ഗോപി എത്തി കുട മാത്രമാണോ കൊടുത്തത്, ഉമ്മ കൊടുത്തോ എന്ന് ചോദിക്കുന്ന സമയത്ത് മറുപക്ഷത്ത് അവിടെ നിൽക്കുന്നത് സ്ത്രീകളാണെന്നുള്ളതും ഇപ്പുറത്ത് നിൽക്കുന്നത് മന്ത്രിയാണെന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. രണ്ടുപേർക്കും രണ്ട് രീതിയിലും വ്യാഖ്യാനിക്കാം. പക്ഷേ അത് അനവസരത്തിലായിരുന്നു, അനുചിതമായിരുന്നു ശ്രീ കെ എൻ ഗോപിനാഥ്. അല്ലല്ല, ഞാനൊരു മന്ത്രി, ഒരു കേന്ദ്രമന്ത്രി എന്നുള്ള നിലയിൽ ഉത്തരവാദിത്വം നിർവഹിക്കേണ്ട മന്ത്രി ഒരു പ്രശ്നത്തെ കൈകാര്യം ചെയ്യേണ്ടത് ഇങ്ങനെയല്ല. ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെതിരായ ഒരു മുദ്രാവാക്യം വിളിച്ച് ഒരു സമരം ചെയ്യുന്ന ഒരു പന്തലിൽ മന്ത്രിക്ക് വരാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ജനാധിപത്യത്തിനകത്ത്. പക്ഷേ വന്നു കഴിഞ്ഞാൽ അദ്ദേഹം അതിനകത്ത് ഗവൺമെൻറ്റിൻ്റെ അടുത്തോ മുഖ്യമന്ത്രിയുടെ അടുത്തോ ആരോഗ്യമന്ത്രിയുടെ അടുത്തോ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അടുത്തോ ഇടപെടാം എന്ന് പറയുന്നത് മര്യാദ. ആ ഇടപെടേണ്ട ഒരുപാട് വിഷയങ്ങളുണ്ട് താനും. അതിന് പകരം കൊട കൊടുക്കുന്നത് പ്രതീകാത്മകമായി ഈ സമരത്തിന് വീര്യം പകരാനാണ്. കാരണം എന്ന് വെച്ചാൽ വെയിലും മഴയും കൊണ്ടാലും നിങ്ങൾ ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോകണ്ട, ഈ ഗവൺമെൻറ്റിനെതിരെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടിരുന്നോളൂ, എൻ്റെ എല്ലാ പിന്തുണയുണ്ടെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഒരു നാടകം അദ്ദേഹം കാണിക്കേണ്ടത് എന്താ? അദ്ദേഹം ഇതിനു മുമ്പ് ഇത് ചെയ്തിട്ടുണ്ട്. ഞാൻ അത് മനസ്സിൽ വെച്ചിട്ട് എൻ്റെ പ്രസംഗത്തിൻ്റെ ആ രസച്ചരട് പൊട്ടാതെ ചെറിയ ഹ്യൂമർ സെൻസോടുകൂടി കലർത്തിക്കൊണ്ട് പറഞ്ഞതാ. അത് ആശാവർക്കർമാരെ സെക്സ്വലായിട്ട് കളിയാക്കാനോ അവരെ അല്ലാതെ കളിയാക്കാനോ പറഞ്ഞതല്ല. ഞാൻ എത്രയോ സ്ത്രീകളുടെ ഈ സമരത്തിന് പിന്തുണയേറുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഈ സമരത്തിന് ഇത്തരം തരത്തിലുള്ള ആഖ്യാന സാധ്യതകൾ കൊടുക്കുന്നുണ്ട് ചിലരുടെ സ്റ്റേറ്റ്മെന്റുകൾ. അതിലേറ്റവും ഒടുവിലത്തതാണ് അങ്ങയുടേത്. അങ്ങ് പറയുന്നത് പോലെ അങ്ങൊരു സ്ത്രീ വിരുദ്ധരൊന്നുമല്ല. അങ്ങയുടെ CITU രാഷ്ട്രീയ പാരമ്പര്യമൊക്കെ എനിക്കറിയാം. പക്ഷേ അങ്ങ് അറിഞ്ഞോ അറിയാതെയോ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ്, ഒരു വാചകം ഇന്നൊരു വലിയ ആയുധമായി മാറുകയാണ് അവർക്ക്. അതെ, ആ പ്രസംഗത്തിൽ ഞാൻ ആ പറഞ്ഞ വാചകം എതിരാളികൾക്ക് ഉപയോഗപ്പെടുത്താൻ അവസരം ഉണ്ടായി. അതിന് എൻ്റെ വായിൽ നിന്ന് അങ്ങനെ വീണതിന് ഞാൻ നിർവ്യാജം ഖേദം പ്രകടിപ്പിക്കുന്നു. എനിക്ക് അതിനകത്ത് യാതൊരു പരിഭവമില്ല. പ്രധാനപ്പെട്ട കാര്യമാണ്. ശ്രീ കെ എൻ ഗോപിനാഥ് നിർവ്യാജം ഖേദം രേഖപ്പെടുത്തിയിട്ടുണ്ട്. Debate with Dr. Arun Kumar.